ഹായ്, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് കേട്ടോ. അലീന എന്നത്തെയും പോലെ അനാഥാലയത്തിലെ കഷ്ടപ്പാടുകൾ പറയുന്നു, അവിടുത്തെ ദുഃഖങ്ങൾ വിവരിക്കുന്നു. അത് കേട്ട് ഒന്നും പറയാനില്ലാതെ വല്യപ്പച്ചൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ലാലിച്ചൻ തറവാട്ടിലേക്ക് വരികയാണ്, അനിയന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഔസേപ്പച്ചൻ എന്ന ഒരു അനിയൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഔസേപ്പച്ചൻ്റെ ഇൻട്രോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഭീകരനാണെന്ന്. ഒരു കുഴപ്പമില്ലാത്ത ആളാണ് കേട്ടോ. അനിയന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, എന്തിനാണ് അവളെ കൂടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? സ്നേഹിക്കുന്നതുകൊണ്ടോ മകളായിട്ട് അംഗീകരിച്ചതുകൊണ്ടോ ഒന്നൊരു പ്രശ്നമില്ല. പക്ഷെ കൂടെ താമസിപ്പിക്കുന്നത് മറ്റുള്ളവർ അനാവശ്യങ്ങൾ പറയില്ലേ, അത് അവൾക്ക് ബുദ്ധിമുട്ടാകും. അവിഹിത സന്തതി എന്ന പേര് കേട്ട് ജീവിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയാണ് അനിയന്മാർ ചോദിക്കുന്നത്. പിന്നെ റീത്താമ്മയും വീട്ടുകാരും അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്നതും അവർ നേരിട്ടെതിർക്കില്ല, ചതിയും വഞ്ചനയുമാണ് അവരുടെ സ്വഭാവമെന്നും അനിയന്മാർ ഉപദേശിക്കുന്നുണ്ട്. ബബിത വഴിയിൽ വെച്ച് അവളുടെ കാമുകനെ കാണുന്നു. അവൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അതുകണ്ട് അവൾക്ക് ഒരുപാട് വിഷമം വരുന്നു. അവൾ ഒരുപാട് ദൂരം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കയ്യിൽ നിന്നും ഫോൺ താഴ്ത്ത് വീണ് പൊട്ടിപ്പോകുന്നു. അതും കൊണ്ട് അവൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ആ രോഹിത്തിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഫോണൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, നീ നമ്പർ പറയൂ, ഞാൻ വിളിച്ചു തരാം. ബബിത നമ്പർ കൊടുക്കുന്നില്ല. അവനോട് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ വൈജയന്തിയെ കാണുന്നു. വൈജയന്തിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. വൈജയന്തി മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും പെരുമാറാറില്ലല്ലോ. അപ്പോൾ അവൾക്ക് അവളുടെ സങ്കടങ്ങൾ പറയാൻ ആ വീട്ടിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അവൾ മുറിയിൽ വന്ന് വളരെ ടെൻഷനോടുകൂടി കുറേ നേരം ഇരിക്കുന്നു. പിന്നെ കിടന്ന് ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൃഷ്ണ ഉറങ്ങാതെ അച്ഛനെയും കാത്തിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ ബാലചന്ദ്രൻ മദ്യപിച്ചാണ് വരുന്നത്. അച്ഛൻ കുടിച്ചിട്ടാണോ വന്നതെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ് കേട്ടോ, ഞാൻ കുറച്ച് കഴിച്ചിട്ടാണ് വന്നതെന്ന്. അപ്പോൾ വൈജ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ കഴിയുകയാണ്.